സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ചുഗരൂപപ്രബോധജ്ഞ സർവശാസ്ത്രവിശാരദ ഏതത് കഥാപ്രകാശേന മദജ്ഞാനം വിനാശയാം. നമുക്കിപ്പോൾ അനുസ്മരിക്കാനുള്ളത് ചിത്രകേതുവിൻ്റെ സംഘർഷണ സ്തുതിയാണ്. ആരാണ് ചിത്രകേതു? ശൂരസേന സാമ്രാജ്യത്തിലെ ഒരു പ്രഗത്ഭനായ ചക്രവർത്തിയായിരുന്നു ചിത്രകേതു. അദ്ദേഹം വളരെ പ്രജാക്ഷേമ തൽപരനായിരുന്നു. പ്രജകൾ അദ്ദേഹത്തെ ദൈവത്തെ പോലെയാണ് കരുതിയിരുന്നത്. രാഷ്ട്രം സമ്പൽ സമൃദ്ധമായിരുന്നു. എല്ലാം കൊണ്ടും വളരെ സന്തോഷമായ ഒരു ജീവിതം, ആദർശമായ ജീവിതം, ഇതൊക്കെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു ദുഃഖം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ പത്നിയാണ് കൃതദ്യുതി. വിവാഹം കഴിച്ചു വളരെയധികം ദിവസം കഴിഞ്ഞ്, വളരെ കാലം കഴിഞ്ഞിട്ടും സന്താനങ്ങൾ ഉണ്ടായില്ല. അപ്പോൾ രാജാവ് വീണ്ടും വിവാഹം കഴിച്ചു. വളരെയധികം, അങ്ങനെ ഒന്നിനും പിന്നാലെ ഒന്നായിട്ട് വളരെയധികം വിവാഹം കഴിച്ചു. എന്നിട്ടും സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വളരെ ദുഃഖിതനായിരിക്കുന്ന രാജാവ് ഒരു ദിവസം രാജാവിൻ്റെ സമീപത്ത് അങ്കിരസ് മഹർഷി എത്തിച്ചേർന്നപ്പോൾ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. രാജാവിനെ സഹായിക്കാൻ, അതായത് ഒരു സന്താനം ഉണ്ടായാൽ അത് ദുഃഖപ്രദമായിരിക്കും എന്നെല്ലാം പറഞ്ഞു നോക്കി. എന്നിട്ട് രാജാവിന് ആധ്യാത്മിക വിദ്യയോട് അപ്പോൾ താല്പര്യമുണ്ടെങ്കിലും അത് സ്വീകരിക്കുന്നതിന് സാധിക്കുന്നില്ല. അതായത് മനസ്സിൽ സന്താനം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം വളരെ വളരെ, പ്രത്യേകിച്ചും രാജ്യം ഭരിക്കുന്നതിന് ഉത്തമനായ ഒരു ആളെ വേണം, ഒരു അനന്തരാവകാശി വേണം എന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കാം രാജാവ് അതൊന്നും ചെവിക്കൊണ്ടില്ല. അവസാനം ഒരു പുത്രൻ ഉണ്ടാകുന്നതിനുള്ള മാർഗം ഉപദേശിച്ചു കൊടുത്തു. ഒരു യാഗം നടത്തി അതിൽ അങ്ങനെ പുത്രൻ ഉണ്ടായി. പക്ഷേ പുത്രൻ ഉണ്ടായപ്പോൾ രാജാവും പ്രജകളും കുടുംബവും വളരെയധികം സന്തോഷിച്ചു. സന്തോഷം കൊണ്ട് മതിമറന്നു എന്ന് പറയാം, അത്രയധികം സന്തോഷിച്ചു. പക്ഷെ വളരെ കാലം കഴിഞ്ഞില്ല, ആ പുത്രൻ അകാല ചരമം അടഞ്ഞു. അപ്പോൾ രാജാവ് ദുഃഖം കൊണ്ട് ഉന്മത്തനായി തീർന്നു. അത്രയും ആഗ്രഹിച്ചുണ്ടായ പുത്രൻ നശിച്ചപ്പോൾ രാജാവിന് പിന്നെ ജീവിച്ചിരിക്കണമെന്നില്ല, അത്രയും ഉന്മത്തനായി കഴിഞ്ഞിരുന്നു. അപ്പോൾ പ്രജകളും അതുപോലെ തന്നെ ദുഃഖിതരായി തീർന്നു. ചുരുക്കി പറഞ്ഞാൽ രാജ്യം നിശ്ചലമായി എന്ന് പറയാം. അപ്പോൾ ഈ വിവരങ്ങൾ അറിഞ്ഞ് രാജ്യത്തെയും രാജാവിനെയും രക്ഷിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി അങ്കിരസ് മഹർഷിയോടൊപ്പം നാരദ മഹർഷി അവിടെ എത്തിച്ചേർന്നു. അപ്പോൾ അവർ വളരെയധികം തത്വങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തു. പക്ഷെ അതൊന്നും ചെവികൊള്ളുന്നതിന് രാജാവിന് സാധിച്ചില്ല. അവസാനം ആ കുട്ടിയുടെ ആത്മാവിനെ തന്നെ ആശ്രയിക്കേണ്ടതായിട്ട് വന്നു. കുട്ടിയുടെ ആത്മാവിനെ വെറ്റി ആത്മാവിൽ നിന്ന് ശരിയായ തത്വം മനസ്സിലാക്കിക്കേണ്ടതായിട്ട് വന്നു ആ മഹർഷിമാർക്ക്. അതായത് കുട്ടിയുടെ ആത്മാവ് വന്ന് കുട്ടിയുടെ ആത്മാവിനോട് ആവശ്യപ്പെടുന്നത് ഇതാണ്: കുട്ടിയുടെ നിന്റെ ശരീരത്തിൽ പ്രവേശിച്ച് ഈ അച്ഛനമ്മമാരെ രക്ഷിക്കൂ, അവർക്ക് സന്തോഷം നൽകൂ എന്നൊക്കെ പറയുമ്പോൾ ആ ഏത് അച്ഛനമ്മമാർ, ഞാനാണെങ്കിൽ ഒരു
കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടി ഈ ലോകത്തിൽ ചുറ്റിത്തിരിയുന്ന ഒരു ആത്മാവാണ്. അങ്ങനെ ചുറ്റിത്തിരിയുന്ന എനിക്ക് ഏത് ജന്മത്തിലെ അച്ഛനമ്മമാണ്. ഞാൻ പല യോനികളിൽ ജനിച്ചിട്ടുണ്ട്, മനുഷ്യനായിട്ട് മാത്രമല്ല എല്ലാ യോനികളിലും ജനിച്ചിട്ടുണ്ട്. ഇതിൽ ഏത് അച്ഛനമ്മമാരെ ഞാൻ രക്ഷിക്കാൻ പോകുന്നു എന്ന് മാത്രമല്ല, ഈ ജീവന്റെ യഥാർത്ഥ സ്ഥിതി, ജീവൻ അനശ്വരമാണ്, പിന്നെ നിത്യനാണ്, സൂക്ഷ്മരൂപിയാണ്, ആത്മാവിന് പ്രിയമോ അപ്രിയമോ ഒന്നുമില്ല, കർമ്മഫലങ്ങളായ ഗുണത്തെയോ ദോഷത്തെയോ ആത്മാവ് സ്വീകരിക്കുന്നില്ല, കാര്യത്തെയും കാരണത്തെയും കാണുന്ന ഉദാസീനാണ് ആത്മാവ്. ഇങ്ങനെയുള്ള തത്വങ്ങളൊക്കെ ഒരു ചെറിയ കുട്ടിയാണ് പറയുന്നത്. ഇത് കേട്ടപ്പോൾ ചിത്രകേതു മഹാരാജാവിന് ബോധമുണ്ടായി. അതായത് താൻ മൂഢസ്വർഗത്തിലാണ് എന്നുള്ളത് മനസ്സിലായി. എന്നിട്ട് രാജാവ് ഗൃഹസ്ഥ ജീവിതമാകുന്ന അന്ധകൂപത്തിൽ നിന്ന് കരകയറി. ഈ സമയം നോക്കി നാരദ മഹർഷി ഓം നമോസ്തു ഭഗവതേ വാസുദേവായ ധീമതി എന്ന് തുടങ്ങുന്ന ശ്ലോകങ്ങൾ, അതായത് പിന്നെ സ്തുതിക്കാനുള്ള സ്തോത്രം, ജപിക്കാനുള്ള മന്ത്രം, ഇതെല്ലാം ഉപദേശിച്ചു കൊടുത്തു. ചിത്രകേതു വെറും ജലം മാത്രം സേവിച്ചുകൊണ്ട് മന്ത്രജപം ആരംഭിച്ചു. പകൽ മാത്രമല്ല, രാവും പകലും മന്ത്രജപം മാത്രം. അതിൻ്റെ ഫലമായിട്ട് 7-ാം ദിവസം വിദ്യാധരാധിപത്യം കൈവന്നു. എന്നിട്ടും ജപം നിർത്തിയില്ല, തുടർന്നുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് തുടർന്ന് സംഘർഷണ ഭഗവാന്റെ സമക്ഷത്തിൽ എത്തിച്ചേർന്നു. അതിന് സംഘർഷണ ഭഗവാൻ താമരത്തണ്ട് പോലെ വെളുത്ത നിറം, നീല വസ്ത്രം, പ്രകാശമാനമായ കിരീടം, കുണ്ടലങ്ങൾ, കേയൂരങ്ങൾ, അംഗദങ്ങൾ, പ്രസന്നമായ മുഖം, ചുവന്ന കണ്ണുകൾ, ഇങ്ങനെയുള്ള ഭഗവാനെ ചിത്രകേതു കൺകുളിർക്കെ കണ്ടു. ഭക്തി പാരവശ്യത്താൽ രോമാഞ്ചത്തോടെ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചു. ധാരധാരയായി ഒഴുകുന്ന കണ്ണുനീരുകൊണ്ട് ആനന്ദാശ്രുക്കളാൽ ആ പാദാരവിന്ദങ്ങൾ കഴുകി ഇടറുന്ന കണ്ഠത്തോടെ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. 34 തൊട്ട് 48 വരെയുള്ള ശ്ലോകങ്ങളാണ് സ്തുതി. ഒന്നാമത്തേത് അജിതജിത സമമതിഭി സാധുഭിർഭവാൻ ജിതാത്മാഭിർഭവത വിജിതാസ്തേവിച്ച ഭജതാമകാമമാത്മനം അകാമാത്മനം യ ആത്മദോദികരുണ തവ ഹേ ഭഗവൻ, അജയ്യനായ നിന്തിരുവടിയെ മനസ്സംയമനവും സമഭാവനയുമുള്ള ഭക്തർ സ്വാധീനിക്കുന്നു. നിരീഹരായ അവരെ നിന്തിരുവടിയും സ്വാധീനിക്കുന്നു. യാതൊന്നും ആഗ്രഹിക്കാത്ത ആ ഭക്തന്മാർക്ക് കാരുണ്യമൂർത്തിയായ അങ്ങ് തന്നെ തന്നെ ദാനം ചെയ്യുന്നു. അതായത് പിന്നെ ഫലകാംക്ഷയോടുകൂടിയുള്ള ഭക്തി ആ ഫലം മാത്രമേ നമുക്ക് നൽകുന്നുള്ളൂ. അല്ല, ഫലകാംക്ഷ ഇല്ലാതെയുള്ള ഭക്തിയാണെങ്കിൽ നമുക്ക് വേണ്ടത് തരും. വേണ്ടത് എന്താണെന്ന് ഭഗവാൻ അറിയാം. ഇതാണല്ലോ നാം ഭഗവൻ ഭൂതഭവ്യേശ നജാനേ ഹിതമാത്മനഃ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് വേണ്ടത് ഈശ്വരൻ തരുന്നത്. അടുത്തത്, ഹേ ഭഗവൻ, ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നതും സർവത്ര ജീവരൂപേണ വർത്തിക്കുന്നതും സകലത്തെയും നിലനിർത്തുന്നതും അങ്ങയുടെ ലീല തന്നെ. ബ്രഹ്മാദി ദേവന്മാരെ പോലും അങ്ങയുടെ മായാശക്തി മോഹിപ്പിക്കുന്നു. സൂക്ഷ്മവും മൂലകാരണവുമായ പരമാണുവിൻ്റെയും സർവോത്കൃഷ്ടമായ മഹത്തത്വത്തിൻ്റെയും മധ്യത്തിൽ വർത്തിക്കുന്ന
നിന്തിരുവടി ആദിമധ്യാന്തങ്ങൾക്ക് അതീതനാണ്. ആഭരണങ്ങൾ ആകുന്നതിന് മുൻപും ആഭരണങ്ങളായിരിക്കുമ്പോഴും ആഭരണ രൂപം നഷ്ടപ്പെട്ടതിന് ശേഷവും സ്വർണം സ്വർണമായിരിക്കുന്നത് പോലെ ലോകത്തിൻ്റെ ഉത്ഭവത്തിന് മുമ്പും ലോകം നിലനിൽക്കുമ്പോഴും ലോകത്തിൻ്റെ നാശത്തിന് ശേഷവും അങ്ങ് മാത്രമാണ് സ്ഥിരമായിരിക്കുന്നത്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളും അഹങ്കാരം, മഹത്തത്വം എന്നിവയും ക്രമത്തിൽ 10 മടങ്ങ് വലിപ്പമുള്ളവയാകുന്നു. ബ്രഹ്മാണ്ടം ഇവയാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഇപ്രകാരമുള്ള അനേകം ബ്രഹ്മാണ്ടങ്ങൾ യാതൊന്നിൽ പരമാണുപ്രായമായി ചുറ്റിത്തിരിയുന്നുവോ അത് ദേശകാല പരിച്ഛേദമില്ലാത്തതിനാൽ അനന്തമാകുന്നു. അവിവേകികൾ നശ്വരമായ ഐഹിക ഭോഗങ്ങൾ ആഗ്രഹിക്കുന്നു. സ്വർഗകാമന്മാരായ അവർ ഇന്ദ്രാദി ദേവന്മാരെ സേവിച്ച് നശ്വര ഭോഗങ്ങളിൽ രമിക്കുന്നു. ഹേ പുരുഷോത്തമ, ഫലകാംക്ഷയോടെ ആണെങ്കിലും അങ്ങയിൽ സമർപ്പിക്കപ്പെടുന്ന സങ്കല്പങ്ങൾ ശാശ്വതങ്ങളായി ഭവിക്കുന്നു. ജീവാത്മാവിന് സുഖദുഃഖ ബാധയുണ്ടാകുന്നത് ഗുണസംബന്ധം നിമിത്തമാകുന്നു. പ്രാകൃത ഗുണങ്ങളെ അതിക്രമിച്ചിരിക്കുന്ന ജ്ഞാനസ്വരൂപനായ നിന്തിരുവടിയെ ആശ്രയിച്ചിരിക്കുന്ന ജീവാത്മാവ് ക്രമേണ ഗുണാതീതനായി ഭവിക്കും. അതിനാൽ പിന്നീട് ശരീര പരിഗ്രഹം ഉണ്ടാകുകയില്ല. വറുത്ത വിത്ത് മുളയ്ക്കാത്തതുപോലെ അങ്ങയിൽ സമർപ്പിക്കപ്പെടുന്ന സങ്കല്പങ്ങൾ സംസാര ക്ലേശങ്ങളെ ജനിപ്പിക്കുന്നില്ല. ഇവിടെ പറയുന്നു, സകാമ ഭക്തിയാണെങ്കിലും നമ്മൾ പിന്നീട് നിഷ്കാമ ഭക്തിയിൽ എത്തിച്ചേരും. അത് സകാമ ഭക്തി ആയാലും ഭക്തി ഉണ്ടായാൽ ഈശ്വരൻ നമ്മളെ രക്ഷിക്കുമെന്ന് പറയുന്നു. ഹേ അജിത, നിന്തിരുവടി സർവോത്കർഷേണ വർത്തിക്കുന്നു. മോക്ഷമാർഗത്തെ അങ്ങു തന്നെ ഉപദേശിച്ചിരിക്കുന്നു. സകല ആഗ്രഹങ്ങളെയും വെടിഞ്ഞ് നിന്തിരുവടിയെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാരാമന്മാർ ഭജനമാർഗത്തെ നിരന്തരം ഉപാസിക്കുന്നു. നിഷ്കാമ ഭജനരൂപമായ ഭാഗവത ധർമ്മത്തിൽ വർത്തിക്കുന്ന മനുഷ്യർക്ക് ഭേദബുദ്ധി ഉണ്ടാകുകയില്ല. ഭേദഭാവനയില്ലാത്ത സജ്ജനങ്ങൾ നിഷ്കാമ ഭജനമാർഗത്തെ ആശ്രയിച്ച് സംസാര ക്ലേശത്തിൽ നിന്നും മുക്തരാകുന്നു. സകാമ ഭക്തർക്ക് ലഭിക്കുന്ന ഫലം ക്ഷണികമായിരിക്കും. എന്നാൽ വിവേകികൾ നിഷ്കാമ ഭജനമാർഗത്തിലൂടെ പരമഗതി പ്രാപിക്കുന്നു. അത്ര മഹത്തായ നിഷ്കാമ ഭജനമാർഗത്തെ ഏർപ്പെടുത്തിയ നിന്തിരുവടിയുടെ ദർശനം തന്നെ പാപനാശകരമാണ്. അങ്ങയുടെ ഏതെങ്കിലും ഒരു നാമം ഒരിക്കൽ കേൾക്കുന്നത് കൊണ്ട് തന്നെ ചണ്ടാളൻ പോലും മുക്തി പ്രാപിക്കുന്നു. അങ്ങനെയിരിക്കെ ദർശനം മോക്ഷപ്രദമെന്ന് പറയേണ്ടതില്ലല്ലോ. നമ്മൾ എണ്ണമറ്റ തിരുനാമമുള്ളതിലൊന്നു മാത്രം ഒരിക്കലൊരു ദിനം ജ്ഞാനപ്പാനയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഭഗവൻ ഇപ്പോൾ നിന്തിരുവടിയെ കണ്ടതുകൊണ്ട് ഞങ്ങളുടെ അന്ധകരണങ്ങളിൽ ഉണ്ടായിരുന്ന രാഗാദി ദോഷങ്ങൾ നിശേഷം നശിക്കാൻ ഞങ്ങൾ പരിശുദ്ധരായി ഭവിച്ചു. ഭക്തനായ ദേവർഷിയുടെ വാക്കുകൾ എങ്ങനെ വ്യർത്ഥമാകും? ശ്രീ നാരദ മഹർഷിയുടെ കാരുണ്യത്താൽ ഞാൻ കൃതാർത്ഥനായി. സകല ഭൂതങ്ങളിലും ആത്മാവായിരിക്കുന്ന നിന്തിരുവടി എല്ലാവരുടെയും എല്ലാ പ്രവൃത്തികളും അറിയുന്നു. സൂര്യന്റെ മുമ്പാകെയുള്ള പദാർത്ഥങ്ങളെ മിന്നാമിനുങ്ങൾ പ്രകടിപ്പിക്കേണ്ടതില്ലല്ലോ. യോഗസിദ്ധി ഇല്ലാത്തവർ ഭേദഭാവന നിമിത്തം അങ്ങയുടെ പരമാർത്ഥ തത്വത്തെ അറിയുന്നില്ല. സൃഷ്ടിസ്ഥിതി സംഹാരകാരകനും ജ്ഞാനാദി ഗുണപരിപൂർണനും നിർവികാര സ്വരൂപനുമായ നിന്തിരുവടിക്ക് നമസ്കാരം. ലോകങ്ങളെ സൃഷ്ടിക്കുന്ന ബ്രഹ്മാദി ദേവന്മാരും അവരാകുന്ന അധിഷ്ഠാന ദേവതകളോടുകൂടിയ കർമ്മേന്ദ്രിയങ്ങളും യാതൊരുവന്റെ ചേഷ്ടയെ അനുസരിച്ച് ചേഷ്ടിക്കുന്നുവോ എല്ലാം അറിഞ്ഞും പ്രകാശിച്ചും കൊണ്ടിരിക്കുന്ന
യാതൊരുവനെ അനുസരിച്ച് സൂര്യചന്ദ്രാദികളായ തേജോഗോളങ്ങളും അവരാകുന്ന അധിഷ്ഠാന ദേവതകളോടുകൂടിയ ജ്ഞാനേന്ദ്രിയങ്ങളും പദാർത്ഥങ്ങളും പ്രകാശിക്കുകയും ശബ്ദസ്പർശാദി വിഷയങ്ങളെ അറിയുകയും ചെയ്യുന്നുവോ, യാതൊരുവന്റെ ശിരസ്സുകളിൽ ഒന്നിൽ ഭൂമണ്ഡലം കടുകിന്മണി പോലെ സ്ഥിതി ചെയ്യുന്നുവോ, 1000 ശിരസ്സുകളോടുകൂടിയ ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. എം വൈശ്വസന്തമനുവിശ്വസൃജശ്വസന്തി യം ചേകിദാനമനുചിന്തയ ചിത്തയ ഉച്ചഗന്തി ഭൂമണ്ഡലം സർഷപായതി യസ്യ മൂർധ്നി തസ്മൈ നമോ ഭഗവതേസ്തു സഹസ്രമൂർധ്നെ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും